നിയമലംഘനങ്ങൾ പരസ്യമായി പ്രദർശിപ്പിക്കുന്നു. പണി വരുന്നുണ്ടവറാച്ച. കൊച്ചി നഗരത്തിൽ ബസ് സ്റ്റോപ്പുകളോട് ചേർന്ന് നിർത്തുന്നതിന് പകരം റോഡിന് നടുവിൽ നിർത്തി ആളുകളെ കയറ്റുകയും ഇറക്കുകയും ചെയ്തതാണ് സ്വകാര്യ ബസ്സുകളുടെ പതിവ് രീതി. ഇൻഡിക്കേറ്ററുകൾ ഒന്നും തന്നെ ഇടാതെ അമിത വേഗതയിലെത്തി തോന്നുപോലെ ഇടത്തോ വലത്തോ ചേർന്ന് നിർത്തും. അത് ഓടിക്കൊണ്ടുവന്ന് ബസ് സ്റ്റോപ്പിൽ പെട്ടെന്ന് കയറ്റി ഇങ്ങനെ സൈഡ് കൊണ്ട് കയറിയതാണ്. ഇങ്ങനെ നേരെ പോകുന്ന വണ്ടി നിങ്ങൾ ലെഫ്റ്റിലോട്ട് ചേർത്തങ്ങ് എടുത്ത് എന്ത് ചെയ്യാൻ പറ്റും? ബസ്സുകാർ പറഞ്ഞത് നമ്മുടെ കുഴപ്പമാണ്. കലൂർ മാതൃഭൂമി ജംഗ്ഷനിൽ ഈ കാഴ്ച പതിവാണ്. റോഡിന് നടുവിൽ നിർത്തിയിട്ട് ആളെ കയറ്റുകയും ഇറക്കുകയും ചെയ്യുകയാണ് സ്വകാര്യ ബസ്സുകളുടെ പതിവ് രീതി. അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അൽഹംദുലില്ലാ എനിക്ക് മക്കൾക്ക് സുഖമാണ്. നോമ്പൊക്കെ ഇങ്ങനെ പോകണുണ്ട്. മക്കൾക്ക് നാളെ തൊട്ട് പരീക്ഷയാണ്. പിന്നെ ചൂട് കുഴപ്പമില്ല, ഇങ്ങനെ പോകണുണ്ട്. പിന്നെ വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ഉപ്പാക്ക് ചൊവ്വാഴ്ച അഡ്മിറ്റാണ്, ആൻറ്റിബയോട്ടിക് എടുത്ത് കഴിഞ്ഞ്. പിന്നെ അതൊന്നും പറയാനല്ല ഇപ്പോൾ വന്നത്. നിങ്ങളെ വിശേഷങ്ങളൊക്കെ കമൻറ്റിലൂടെ രേഖപ്പെടുത്തണം. ഒരുപാട് പേര് അന്വേഷിക്കുന്നുണ്ട്, വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്നുണ്ട്. പിന്നെ നാളെ എനിക്കൊരു ഗിഫ്റ്റ് വരുന്നുണ്ട്. അൽഹംദുലില്ലാ നാളെ വരുന്നുണ്ട്. നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം, വന്നിട്ട് പറയാം കേട്ടോ. ഗിഫ്റ്റ് വരുന്നുണ്ട്. നമ്മുടെ കണ്ണൂരിൽ നിന്നാണ് വരുന്നത്. കണ്ണൂർ ഡിസ്ട്രിക്റ്റിൽ നിന്നാണ് വരുന്നത്. പിന്നെ ഇന്നലെ ഞാനൊരു ന്യൂസ് ചെയ്യണമെന്ന് വിചാരിച്ച്. നമുക്ക് ചില കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക് മനുഷ്യനാണ്, നമ്മളെ മനസ്സിൽ കൊള്ളും. അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. വേറെ എന്തും എടുത്തിട്ടങ്ങ് ഞാൻ പറയില്ല കേട്ടോ. നമ്മളെ എറണാകുളം ജില്ലയെന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് ബസ്സുകളെ ചാകരയുള്ള സ്ഥലമാണ് എറണാകുളത്ത് ഇന്നലെ 2 ബസ്സുകൾ തമ്മിലുള്ള മത്സരത്തിൽ റോഡിന് ഇടയിൽ ബൈക്ക് യാത്രേൻ്റെ ബേക്കിൽ ഇരുന്ന ഭാര്യ ബസ്സിനകത്ത് ടയറിൽ കുടുങ്ങി. അപ്പോഴേ കുറച്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴേ മരണപ്പെട്ട്. റോഡിൽ ബസ് കുറച്ച് മുന്നോട്ട് വരെ വലിച്ചടിച്ചുകൊണ്ട് പോയി. മനുഷ്യജീവനാണ്. ഇവർ തമ്മിലുള്ള മത്സരത്തിൽ റോഡിൻ്റെ നടുക്കാണ് ഇപ്പോൾ ബസ് നിർത്തുന്നത്. അവിടുത്തെ തിരക്ക് ഇവിടുത്തെ നമ്മുടെ തിരുവനന്തപുരം കൊല്ലം ജില്ലയിലെ തിരക്ക് കണക്കല്ല അവിടുത്തെ തിരക്ക്. മിനിറ്റിന് ബസ്സാണ്. നമുക്കിവിടെ നീല കളർ ബസ്സല്ലേ, അവിടെ കൂടുതലും പച്ച വരുന്ന ബസ്. ഈ ബസ്സുകൾ തമ്മിൽ മത്സരത്തിൽ കയറുമ്പോഴത്തേക്ക് നമ്മൾ പാവപ്പെട്ടവർ, മറ്റുള്ളവരൊക്കെ കാറിലൊക്കെ പോകും. നമ്മൾ പാവപ്പെട്ടവർക്ക് എപ്പോഴും പ്രൈവറ്റും KSRTC ബസ്സാണ് നമുക്കുള്ളത്. അപ്പോൾ നമ്മൾ പോകുമ്പം ഇതിനകത്ത് കയറുമ്പം ഇവർ തമ്മിലുള്ള ഈ മത്സരവും കാര്യവും വരുമ്പോൾ നമുക്ക് തന്നെ പേടിച്ചിട്ടാണ് നിൽക്കുന്നത്. നമുക്ക് ചിലപ്പോൾ ഇരിക്കാൻ സീറ്റ് കിട്ടൂല, പിടിച്ചായിരിക്കും നിൽക്കുന്നത്. ചിലപ്പം വീഴും. എൻ്റെ മക്കളെ കൊണ്ടൊക്കെ ഞാൻ എത്ര വട്ടം പ്രൈവറ്റ് ബസ്സിൽ പോയപ്പോഴത്തേക്ക് വീണിട്ടുണ്ടെന്ന് അറിയാമോ? കാരണം ആരെങ്കിലുമൊക്കെ പിന്നെ പിടിച്ച് ഇരുത്തും. നമ്മൾ മനുഷ്യനാണ്. ഇന്ന് മനുഷ്യന് ഈ മരണപ്പെട്ടു പോയി. നമ്മൾ പ്രതീക്ഷിച്ച മരണമാണ്. ഇപ്പോൾ എത്ര മരണമാണെന്നറിയാമോ? പിന്നെ അതുമാത്രമല്ല, ഡ്രൈവർ ഫോൺ ചെയ്തിട്ട് ബസ് ഓടിക്കുന്നു ഇത്രയും തിക്കും തിരക്കില്ല. പിന്നെ ഇവരെ ഇൻസ്റ്റഗ്രാം റീലുകൾ, ഈ കാര്യങ്ങൾ. ഇങ്ങനെയുള്ളവരെയൊക്കെ ലൈസൻസ് റദ്ദാക്കണം. അങ്ങനെയുള്ളവർക്ക് വണ്ടി കൊടുക്കരുത്. കാരണം എല്ലാ ജീവനും ഒരേ വിലയാണ്. എല്ലാവർക്കും മുറിഞ്ഞാൽ ഒരുപോലെ തന്നെയാണ് നോവുന്നത്. അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് എഡിറ്റ് ചെയ്ത് കയറ്റുന്നുണ്ട്. ആ ഒരു അവസ്ഥയൊക്കെ നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ന്യൂസ് ഒന്ന് കാണണം. ആ വീട്ടിലെ അവസ്ഥ എന്തായിരിക്കും പടച്ചോനെ? മത്സരം ബസ്സുകൾ തമ്മിൽ. എന്നാൽ ഒരേ ബസ്സിന് ഒരേ സമയമുണ്ട്. ആ സമയത്ത് 2-3 മിനിറ്റ് വ്യത്യാസമാണ് അവിടെ. നമ്മളെ ഇവിടുത്തെ കണക്കല്ലേ, ഇവിടെ 15 മിനിറ്റ് 20 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടാണ് ബസ്സുകൾ. അപ്പോൾ എന്താണ് പടച്ചോനെ ഇങ്ങനത്തെയൊക്കെ ഒരു അവസ്ഥ? ഇപ്പം എന്തോ മനസാക്ഷി ഇല്ലെന്ന് തോന്നുന്നു. ആരുടെ ഒരു മനസാക്ഷിയില്ല. മൃഗങ്ങൾക്ക് പിന്നെ സ്നേഹമുണ്ടെന്ന് തോന്നുന്നു ഭക്ഷണം കൊടുത്താൽ. ഈ മനുഷ്യർക്ക് അതുമില്ല. ചുമ്മാ തങ്ങളി കുറ്റങ്ങളും പരിതാപങ്ങളും പ്രശ്നങ്ങളും ഒക്കെയാണ്. അതുപോലെ തന്നെ ഈ ഡ്രൈവർമാരെ ഒരൊറ്റ വളയത്തിലാണ് ഇരിക്കുന്നത്. ഇത്രയും 60 ഒരു ബസ്സിൽ എപ്പോഴും എല്ലാം കൂടെ ഇരിക്കുക എല്ലാം കൂടെ ചെയ്യണത് 10-40 പേര് എന്തായാലും ഒരു ബസ്സിൽ കാണും. കയറി ഇറങ്ങിയും സ്കൂൾ കുട്ടികൾ കാണും. ഈ ഡ്രൈവർമാരെ അനാശാസ്യം കാരണം അവർ ഈ ലഹരി ഉപയോഗം, എറണാകുളം ജില്ലയിൽ നമ്പർ 1 ലഹരിയുടെ കോട്ടയാണ് എറണാകുളം ജില്ല. ഈ ലഹരിയുടെ ഉപയോഗം, കുട്ടികളിൽ ലഹരി എത്തിച്ചു കൊടുക്കുന്നത്. നമ്മുടെ ഈ 2025 നമുക്ക് ദുഃഖമാണ്. ഒരുപാട് മരണങ്ങൾ, എല്ലാം ചെറുപ്പക്കാരാണ്. 35 വയസ്സെന്നൊക്കെ പറയണത് എന്താ? ഒരു മനുഷ്യൻ്റെ നല്ല കാലഘട്ടം. പെട്ടെന്നുള്ള മരണം നമ്മളെങ്ങനെ സഹിക്കും? പിന്നെ അവൻ്റെ വിധി, അല്ലെങ്കിൽ അവരവരുടെ വിധി അങ്ങനെയാണ് റബ്ബ് തീരുമാനിച്ചു വെച്ചേക്കുന്നത്. പക്ഷേ
നമുക്ക് അതൊന്നും ഉൾക്കൊള്ളാൻ പറ്റൂല. അതുകൊണ്ട് ഇങ്ങനെയുള്ളവരെ ലൈസൻസുകൾ റദ്ദാക്കണം. കാരണം നമ്മൾ പാവപ്പെട്ട വീട്ടമ്മമാർ കൂടുതലും ബസ്സിലാണ് യാത്ര ചെയ്യുന്നത്, കുട്ടികളെയൊക്കെ കൊണ്ടിട്ട് ബാക്കിയൊക്കെ. അപ്പോഴും ഇവർക്കൊക്കെ കുറേ പേർക്ക് ഒരു ഗവൺമെൻറ് അതിൻ്റേതായ പാഠങ്ങൾ എടുത്താൽ നമുക്ക് കുറേ പേർക്ക് ഒരു സമാധാനമുണ്ട് കുട്ടികളെയും കൊണ്ട്. ഇതെന്ന് വെച്ചാൽ അവർ മരണപ്പാച്ചിലാണ് പറയണം, ബസ് ഫ്രണ്ടും ബേക്കും തമ്മിലുള്ള. നമ്മളതിനകത്ത് പിടിച്ച് നിന്നില്ല എന്നുണ്ടെങ്കിൽ തീരുമാനമായി. പിന്നെ കുട്ടികളെ തല വരെ എത്ര വട്ടം മുത്തുമോൻ്റെ പല്ല് വരെയൊക്കെ വന്നിട്ട് ബസ്സിൽ ഇടിച്ചിട്ടുണ്ടെന്നറിയാമോ, നമ്മൾ പിടിച്ച് ഇരുത്തിയിട്ട് പോലും. കാരണം എന്ന് വെച്ചാൽ ഇവർ ബ്രേക്ക് പിടിച്ച് ഇങ്ങനെയാണ് നിൽക്കുന്നത്. പിന്നെ അവർക്ക് സമാധാനത്തിൽ ക്ഷമയ്ക്കും വണ്ടി ഓടിക്കാൻ പറ്റില്ല. അവർക്കൊരു മത്സരം എന്ന് പറഞ്ഞാൽ ഒരു ഹരമാണ് അവരെ, മുമ്പും ബേക്കും ആയിട്ട്. ഇതൊക്കെയാണ് ഓരോ പ്രശ്നങ്ങൾ. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യണം, ഇങ്ങനെയുള്ളവരാ ലൈസൻസ് 2 ദിവസത്തിന് മുമ്പ് മൊബൈൽ ഓടിച്ചിട്ട് ആ ഓപ്പോസിറ്റ് സീറ്റിൽ ഇരുന്ന് ആരോ വീഡിയോ പിടിച്ച് അദ്ദേഹത്തിൻ്റെ ലൈസൻസ് റദ്ദാക്കുന്ന കാര്യത്തിൽ തീരുമാനമായി. അതുപോലെ കുറേ പേർക്ക് ഇങ്ങനെ കൊടുത്താൽ ഓക്കെയാണ്. പിന്നെ ബസ് ഓടിക്കുമ്പോൾ ലഹരി ഉപയോഗം, അവർ ഈ തലയ്ക്ക് ലഹരി കിട്ടാൻ വേണ്ടി, പവർ കിട്ടാൻ വേണ്ടി ഈ ഹാൻഡ്സൊക്കെ ചുണ്ടിൻ്റെ അടിയിൽ വെക്കണയൊക്കെ ഉപയോഗിക്കും. അപ്പോൾ അതൊക്കെയാണെങ്കിൽ ഒരു പരിധി വരെ ഇതാക്കി അങ്ങനെയുള്ളവർക്ക് ജോലി കൊടുക്കണ്ട. കാരണം അവരെ ജീവൻ മാത്രമേ പോവുള്ളൂ. ഇതാ ബസ്സിൽ ഇരിക്കുന്ന എല്ലാവരും ജീവനും പോവും. ഇങ്ങനെ ലഹരി ഉപയോഗിച്ച്, കഞ്ചാവ് ഉപയോഗിച്ച് ഇവരെയൊക്കെ കണ്ടാൽ തന്നെ നമുക്ക് സത്യം പറഞ്ഞാൽ പേടിയാവും. അതിനകത്ത് ഞാൻ 2-3 വീഡിയോസ് എഡിറ്റ് ചെയ്ത് കയറ്റുന്നുണ്ട്. അപ്പോൾ ഈ റോഡിൻ്റെ നടുക്കൊക്കെ ബസ്സിൽ കൊണ്ട് നിർത്തി അവർക്ക് മരണപ്പാച്ചിൽ ഇപ്പോൾ. പിന്നെ അവരെ ഉത്തരവാദിത്തം അവിടെ നമ്മളെ തള്ളിക്കളഞ്ഞാൽ അവിടെ കഴിഞ്ഞ്, നമ്മൾ കാലെടുത്ത് വെക്കുന്നതിന് മുമ്പ് അവർ ബെല്ലടിക്കും. പ്രൈവറ്റ് ബസ്സുകാർ ഭയങ്കര ഇതാണ്. പക്ഷേ KSRTC അങ്ങനെയല്ല കേട്ടോ, നമുക്ക് നല്ല സുരക്ഷിതത്വം ഉത്തരവാദിത്വമുണ്ട്. പ്രൈവറ്റ് ബസ്സുകളിപ്പം ഈ ചെറിയ പിള്ളേരുകൾ ഡ്രൈവിംഗ് പഠിച്ച് അവർക്കൊരു ഹരമാണ് ബസ് ഓടിക്കുന്നത്. എന്തോ ഒരു വലിയ സൗഭാഗ്യം അവർക്ക് കിട്ടിയണക്കാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ളവരെ ലൈസൻസ്, ഒരു വീട്ടമ്മ എന്ന നിലയ്ക്ക് ഞാൻ പറയണം, ഇങ്ങനെയുള്ളവരെ ലൈസൻസ് റദ്ദാക്കണം. ഇങ്ങനെയുള്ളവരെ ബസ് മുതലാളിമാർക്ക് വേണം പണിഷ്മെൻറ്റ് കൊടുക്കാൻ. കാരണം കുട്ടികളെ നമ്മൾ പ്രൈവറ്റ് ബസ്സിൽ പോണ കുട്ടികളുണ്ട്, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുണ്ട്, വീട്ടമ്മമാരുണ്ട്, ഗർഭിണികളുണ്ട്, വാർദ്ധക്യം ചെന്നവരുണ്ട്. നമുക്കൊന്ന് വണ്ടി എടുത്ത് പോകാൻ പറ്റൂല. ചിലപ്പം ബസ്സിനെ നമുക്ക് ദൂരെയൊക്കെ യാത്ര ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ എറണാകുളത്തെ കാര്യത്തിൽ നല്ല ഒരു പ്രശ്നങ്ങളാണ്. ഒരു പ്രശ്നം മാത്രമല്ല, ഒരുപാട് ബ്രേക്കിംഗ് ന്യൂസുകൾ കാണുന്നതാണ്. അപ്പം ഇത് എല്ലാവരെയും ശ്രദ്ധയിൽപ്പെടുത്തി, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്ത് ശ്രദ്ധയിൽപ്പെടുത്തി ഇതിനൊക്കെ ഒരു തീരുമാനം ഗവൺമെൻറ് എടുത്തില്ലെങ്കിൽ ഒരുപാട് ജീവനുകൾ ഇനിയും ആപത്താവും. അവർക്കിപ്പോൾ ഒരാൾ മരിച്ചെന്നും പറഞ്ഞ് അവർക്ക് ഒരു കുഴപ്പമില്ല, അവരെല്ലാം അടച്ച് വീണ്ടും ആ ബസ് നിലത്തിറക്കും. പിന്നെയും ഗതി ഇത് തന്നെയാണ്. 5 ദിവസം ചിലപ്പോൾ നേരെ ഒട്ടിക്കും. അപ്പോൾ തക്കതായ പണിഷ്മെൻറ്റുകൾ കൊടുക്കുകയാണെങ്കിൽ അവർക്കും ഒരു സുരക്ഷിതത്വം വരും, നമുക്കും ഒരു ഇത് വരും. എല്ലാ ഡ്രൈവർമാരും അല്ല, നല്ല ഡ്രൈവർമാരും ഉണ്ട് ഇതിൻ്റെ ഇടയിൽ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ദുആയിൽ ഉൾപ്പെടുത്തുക. പെട്ടെന്നുള്ള മരണവും അപകട മരണങ്ങളൊക്കെ തൊട്ടൊക്കെ അല്ലാഹു നമ്മളെ കാക്കട്ടെ, ആമീൻ. ഇത്രേ പറയുന്നുള്ളൂ. ഉപ്പാക്ക് വേണ്ടി പ്രത്യേകം നിങ്ങൾ ദുആ ചെയ്യണം. ഇത്രയേ ഉള്ളൂ. അസ്സലാമു അലൈക്കും.